അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ചായക്ക് അരിപ്പത്തിരിയായിരുന്നു കേട്ടോ. അരിപ്പത്തിരിക്ക് ഞങ്ങൾക്ക് ഇന്ന് മീൻകറിയായിരുന്നു. കാരണം തലേ ദിവസത്തെ കുറച്ച് അയിലക്കറി ബാക്കിയുള്ളതായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇന്ന് എന്തായാലും പത്തിരി ഉണ്ടാക്കാം, അപ്പം മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കാമല്ലോ. പാലുണ്ടാക്കിയില്ല, പാലായിരുന്നു മിക്ക ദിവസം. പക്ഷേ വേറൊന്നുമല്ല, അന്നമ്മക്കും അന്നപ്പനും അത് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വോമിറ്റിംഗ് ടെൻഡൻസി ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ മീൻകറി തന്നെ എടുക്കാൻ വിളിച്ചു. അപ്പോൾ പത്തിരി മീൻകറിയാണെങ്കിൽ രാവിലെ ചായക്ക് എടുത്തത്. അന്നമ്മ കഴിച്ചില്ല കേട്ടോ, അയാൾക്ക് ഈ പതില്ലാത്തതൊന്നും. അപ്പോൾ നമ്മുടെ ചോറ് കഞ്ഞി ചോറൊക്കെ ഊറ്റി അന്നമ്മക്ക് ഇത്തിരി കഞ്ഞിയൊക്കെ എടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ആ അടുപ്പത്തിന് നമ്മൾ പശുവിനുള്ള കഞ്ഞി കൂടെ വെച്ചിട്ട് കേട്ടോ. അയാൾക്ക് പിറ്റേ ദിവസം കഞ്ഞി വേണം. അപ്പോൾ അത് കാരണം മട്ടരി ഇട്ടിട്ട് അയാൾക്ക് കുറച്ച് കഞ്ഞി എടുത്ത് വെക്കും, കഞ്ഞി ഉണ്ടാക്കി വെക്കും.
2-3 ദിവസമായിട്ട് പടിഞ്ഞാപ്പുറത്ത് ഒരു കൊട്ടത്തേങ്ങ കിടക്കണം. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് കുറച്ച് ദിവസമായില്ല കിടക്കണത് ഒന്നും എടുത്തില്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തില്ല, അപ്പോൾ ഇത്തിരി ഉണക്ക ചെമ്മീൻ ചമ്മന്തി കൂട്ടാന്ന് വെച്ചു. അപ്പോൾ ഇതെന്തായാലും മീനൊന്നും മേടിച്ചില്ലല്ലോ, അപ്പം ഇതൊക്കെ തന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഇത്തിരി ചമ്മന്തി അരച്ചു. അപ്പോൾ അത് ഞാൻ ഒന്ന് ചതച്ചെടുക്കേണ്ട നാളികേരം. അയാളെ ചതച്ചതിന് ശേഷം എനിക്ക് ഉണക്ക ചെമ്മീനെ കിട്ടുമ്പോൾ ചതക്കാൻ പറ്റുള്ളൂ. കാരണം കുഞ്ഞിയ ജാറിലെല്ലാം കൂടെ കൊള്ളൂല്, പിന്നെ എല്ലാം കൂടെ ഭയങ്കരമായിട്ട് അറിയും. അപ്പോൾ ഉണക്ക ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചട്ടിയിലിട്ട് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്ത് വരുമ്പോൾ കുറേ ദിവസം ഇരുന്നോളൂ കേട്ടോ. ഇതിന് കുറേ ദിവസത്തേക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഉച്ചക്കലത്തെ ചോറ് വിളമ്പലിനോടുകൂടി തീർന്ന് ചമ്മന്തി നമുക്ക് അതുമാത്രം മതിയല്ലോ ചോറിനാൻ. പക്ഷേ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു കുശാലാണല്ലേ. ഉണക്ക ചെമ്മീൻ സൂപ്പറായിരുന്നു കേട്ടോ. ആ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ അരച്ച് വെച്ച ചമ്മന്തിയും പിന്നെ ഉണ്ടാക്കി വെച്ച അരച്ച് വെച്ച പരിപ്പും മുരിങ്ങക്കായും കറി, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ 3-4 മാങ്ങ പൊട്ടിച്ചിട്ട് ഇത്തിരി അച്ചാറുണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ഒരാഴ്ചയായി സാധനം കഴിഞ്ഞ്, ഇനി രണ്ടാമതൊരു ട്രിപ്പും കൂടെ അടിക്കണം. അപ്പോൾ അതും ഇത്തിരി മാങ്ങാച്ചാറും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു പപ്പടവും ഒക്കെ കൂടി അങ്ങനെ ഒരു കുഴ കൊടുക്കണം അല്ലേ. സൂപ്പർ. ഞങ്ങൾക്ക് മീൻ കറിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ കറിയൊക്കെ കേട്ടോ. മീൻ കറി ആണെങ്കിലും ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ പണ്ടത്തെ മീനിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ മീനൊന്നും. അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മടുക്കും. പിന്നെ വലിയ മീനൊന്നും കിട്ടാറുമില്ല, വാങ്ങിക്കാറുമില്ല. അത് പിന്നെ ഈ അയിലയും നെച്ചി മത്തിയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ ഇങ്ങനത്തെ കറിയാണ് വെച്ച്. ഇത് തന്നെ കേട്ടോ സൂപ്പർ. മീൻ കറിനേക്കാളും ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും രസം അല്ലെങ്കിൽ ഇതുപോലത്തെ കറി, സാമ്പാർ, അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടാണ്. എന്തായാലും സൂപ്പറായിരുന്നു നിങ്ങൾക്ക് ഉച്ചൂണ്.